അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിനക്ക് സന്താനം ലഭിക്കണോ, സമ്പത്ത് വേണോ, ആരോഗ്യം വേണോ? എന്നാൽ ഇനി പറയുന്ന സൂറത്തിനെ നീ പതിവാക്കുക. മറ്റനേകം നേട്ടങ്ങൾ ആ സൂറത്തിനുണ്ട്. ഏതാണ് ആ സൂറത്ത്, ഏതൊക്കെയാണ് ആ നേട്ടങ്ങൾ എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ പൂർണ്ണമായും കാണുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ അറിവിനെ ഷെയർ ചെയ്തു കൊടുക്കുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, തുടർന്ന് കേൾക്കുക. വിശുദ്ധ ഖുർആനിൽ 98 ആയത്തുകളുള്ള സൂറത്താണ് സൂറത്തു മറിയം. ആ സൂറത്തിനെ പാരായണം ചെയ്താൽ ലഭിക്കുന്ന മഹത്തായിരിക്കുന്ന വമ്പൻ നേട്ടങ്ങളാണ് പറയുന്നത്. നീ സമ്പന്നനായിട്ടല്ലാതെ നീ മരിക്കുകയില്ല എന്നാണ് ആ സൂറത്ത് പതിവാക്കിയാൽ ലഭിക്കുന്ന നേട്ടങ്ങളിൽ പറയുന്നത്. മഹാനായിരിക്കുന്ന യഹ്യാ നബി അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, മറിയം ബീവി റളിയല്ലാഹു അൻഹ, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയ എല്ലാ അമ്പിയാക്കന്മാർക്കും 10 തവണ സ്വദഖ ചെയ്ത പ്രതിഫലമാണ് ഒരു തവണ സൂറത്തുൽ മറിയം ഓതിയാൽ ലഭിക്കുന്ന നേട്ടം. മാത്രവുമല്ല, മഹാന്മാർ പഠിപ്പിക്കുന്നു, ആ അമ്പിയാക്കന്മാരെ കൊണ്ട് വിശ്വസിച്ച അവിടുത്തെ ജനത, അവരെത്ര ആളുകളുണ്ടോ അത്രയും പ്രതിഫലം ഇവർക്ക് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നതാണ്. മാത്രവുമല്ല, രണ്ടാമത്തെ ശ്രേഷ്ഠത പറഞ്ഞത് സൂറത്തു മറിയം ഒരാൾ നിത്യമായി ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അവനിക്ക് ലഭിക്കുന്ന മഹത്വം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രതിഫലമാണ്. ഒന്നാമത്തത് അവനിക്ക് സന്താനങ്ങളെ ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹു തആല അവനിക്ക് സന്താനങ്ങളെ നൽകി ഐശ്വര്യവാനാക്കും. ഒരുപാട് ആളുകൾ കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഈ കാര്യം പറഞ്ഞു കൊടുക്കണം. സൂറത്തു മറിയം നിത്യമായി പതിവാക്കുകയാണെങ്കിൽ അല്ലാഹു തആല അവർക്ക് കുഞ്ഞുങ്ങളെ നൽകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല വാർദ്ധക്യകാലത്താണ് മക്കളെ നൽകിയത്. അതുപോലെ ഒരുപാട് പ്രവാചകന്മാർക്ക് അവർ വാർദ്ധക്യമെത്തിയ സമയത്ത് അല്ലാഹു തആല സന്തോഷവാർത്ത അറിയിച്ച കുഞ്ഞുങ്ങളുണ്ടായത് വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു മറിയമിലൂടെ. ഒരു പുരുഷന്റെ പോലും സ്പർശനമേൽക്കാതെ മറിയം ബീവി ഗർഭിണിയാവുകയും അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കുകയും ചെയ്ത ചരിത്രം വിശദീകരിച്ചിട്ടുണ്ട് സൂറത്തു മറിയമിലൂടെ. അപ്പോൾ ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരു മഹദിയുടെ പേരിൽ അറിയപ്പെടുന്ന സൂറത്താണ് സൂറത്തു മറിയം. ആ സൂറത്തു മറിയം പാരായണം ചെയ്താൽ അല്ലാഹു തആല അവനിക്ക് സന്താനങ്ങളെ നൽകും. രണ്ടാമത്തത്, അവനിക്ക് അല്ലാഹു തആല സമ്പത്ത് നൽകും. മരിക്കുന്നതിനു മുമ്പ് അവൻ സമ്പന്നനായിട്ടല്ലാതെ അവൻ മരിക്കുകയില്ല എന്നാണ് ഈ സൂറത്ത് നിത്യമായി പതിവാക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന നേട്ടം. നമ്മിൽ പലരും സാമ്പത്തികമായി കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്, കടങ്ങളിൽ കുടുങ്ങി പ്രയാസപ്പെടുന്നവരാണ്. എല്ലാം തീർന്നു കിട്ടാൻ, സമ്പത്ത് നമ്മിലേക്ക് എത്തിപ്പെടാൻ സൂറത്തു മറിയം പതിവാക്കുക, പാരായണം ചെയ്യൽ. മറ്റുള്ളവർക്ക് നാം പറഞ്ഞു കൊടുക്കുക സൂറത്തുൽ മറിയം ഓതാൻ വേണ്ടി. അല്ലാഹു തആല നമ്മുടെ എല്ലാ സമ്പത്തിലും ബറക്കത്ത് നൽകുമാറാകട്ടെ. നമുക്ക് ഉപകരിക്കുന്ന, നമ്മുടെ സന്താനങ്ങൾക്ക് ഉപകരിക്കുന്ന സമ്പത്തിനെ അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമുക്ക് സന്താനങ്ങൾ അല്ലാഹു തആല തന്നു, സമ്പത്തും നമുക്ക് തന്നു. മാത്രവുമല്ല, ആരോഗ്യം നമുക്ക് വേണം. അധ്വാനിക്കാനുള്ളതായിരിക്കുന്ന നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ട ആരോഗ്യം നമുക്ക് വേണം. അല്ലാഹു തആല ഈ സൂറത്ത് പതിവാക്കുന്നവനിക്ക് ആരോഗ്യവും നൽകും. 3 കാര്യങ്ങളാണ് ഈ സൂറത്ത് നിത്യമായി പതിവാക്കുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം എന്ന് പറഞ്ഞത്. ഒന്ന് സന്താനം, രണ്ടാമത്തത് സമ്പത്ത്, മൂന്നാമത്തത് ആരോഗ്യം. ഈ 3 കാര്യങ്ങൾ കൊണ്ട് അവൻ സമ്പന്നനാകും. സൂറത്തു മറിയം
നിത്യമായി പതിവാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തു മറിയം ഒരാൾ പതിവാക്കുകയാണെങ്കിൽ നാളെ മഹ്ശറയിൽ അല്ലാഹു തആല ഓരോ സമുദായത്തിനെ ഓരോ പ്രവാചകന്മാരുടെ കീഴിലായിട്ട് ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് സൂറത്തു മറിയം നിത്യമായി പതിവാക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തോടു കൂടി ചേർന്ന് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും. മുത്തുനബിയെ വിശ്വസിച്ച് മുത്തുനബിയുടെ ഉമ്മത്തിൽപ്പെട്ട നമുക്ക് മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പോകാൻ സാധിക്കുന്നതോടുകൂടി തന്നെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തിനോടുകൂടെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും. അല്ലാഹു തആല ഈ സൂറത്തിനെ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര വലിയ നേട്ടമാണ് ഈ സൂറത്ത് നമുക്ക് നൽകുന്നത്. വലിയ നേട്ടമെന്ന് പറയുന്നതാണ് നമ്മൾ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിയാതെ പ്രയാസപ്പെടുന്നവർ നമുക്കിടയിലുണ്ട്. നമുക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ സമ്പത്ത് നമുക്ക് കിട്ടണം. അങ്ങനെ നാം പ്രയാസപ്പെടാതിരിക്കാൻ സൂറത്തു മറിയം നിത്യമായി നാം പാരായണം ചെയ്താൽ മതി. എന്നാൽ സാമ്പത്തികമായിരിക്കുന്ന ഒരു പ്രയാസവും അല്ലാഹു തആല നമുക്ക് നൽകുകയില്ല, അല്ലാഹു തആല നമുക്ക് തരികയില്ല. ജീവിതത്തിൽ ഈ സൂറത്തിനെ നിത്യമായി കൊണ്ടു നടക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ നേരത്തെ പറയപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും 10 തവണ സ്വതക്ക ചെയ്ത പ്രതിഫലമാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് സൂറത്തു മറിയം ഒരു തവണ പാരായണം ചെയ്താൽ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തു മറിയം നാം നിത്യവും പാരായണം ചെയ്യുക. എല്ലാ ദിവസവും വൈകുന്നേരമോ രാവിലെയോ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സൂറത്തു മറിയം ഒരു തവണയെങ്കിലും ഒരു ദിവസം നാം പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിത്യമായി കൊണ്ട് നടക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ തന്നെ നിത്യമായി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് പല സമയങ്ങളിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അർഹമുർ റഹീമാനായ റബ്ബ് സുബ്ഹാനഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും കടങ്ങളും തീർത്തു കൊടുക്കുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് അല്ലാഹു തആല ഖൈറായ അനുയോജ്യമായ വീടിനെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും ദുആ വസിയത്തും കമന്റായി രേഖപ്പെടുത്തുക. ഈ അറിവിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് മറ്റൊരാൾ അതുകൊണ്ട് അമൽ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് കാരണം വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിപ്പെടാൻ അത് കാരണമാകും. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.